സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടി അസീൽ നമുക്കൊപ്പമുണ്ട്. അസീൽ, ഈ ബൈക്ക് റേസിംഗ്, കാർ റേസിംഗ് മുതലായ കാര്യങ്ങൾ സ്കൂളുകളിൽ നടക്കുക, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെ നടക്കുക, അതിൽ അപകടങ്ങൾ ഉണ്ടാവുക, അതിലൊന്നും വലിയ വിഷയമല്ല എന്ന് പ്രതികരിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം അപ്പുറത്തേക്ക് ഒരാളുടെ കഴുത്ത് വെട്ടിയാലും അതൊന്നും വലിയ വിഷയമല്ല എന്ന് തോന്നുന്ന കുട്ടികൾ, ഒരു കടുത്ത റാഗിംഗ് നടത്തി ഒരു കുട്ടി മരിച്ചാൽ പോലും റാഗിംഗ് നടത്തിയവർക്കും അതൊരു ചെറിയ വിഷയമാണെന്ന് തോന്നുന്ന രീതിയിലേക്ക് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കൊണ്ടാണോ ഈ വലിയ കുറ്റകൃത്യങ്ങൾ നിങ്ങളുടെ ഒരു ജനറേഷന് വലിയതേ അല്ല എന്ന് തോന്നുന്നത്? അതുകൊണ്ടാണോ? അസിൽ അൺമ്യൂട്ട് ചെയ്യണേ, ഓഡിയോ മ്യൂട്ടാണ്. ഓക്കെ, ക്ലിയർ അല്ല? പറഞ്ഞോളൂ. ഇതിനകത്ത് നമ്മൾ ഈ വിഷയങ്ങൾ ഇപ്പം ചോദ്യത്തിൽ തന്നെ ഒരു അഡ്രസ് ചെയ്യുന്നത് പറഞ്ഞാല് നിങ്ങളൊരു ജനറേഷൻ ഇങ്ങനെ കരുതുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം വളരെ ചെറുതായിട്ട് നിങ്ങളുടെ ജനറേഷൻ കരുതുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ചോദ്യത്തിൽ തന്നെ വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ തലക്കെട്ട് തന്നെ അപകടകാരികളാണ്. ഇപ്പം COVID-19 അപകടകാരിയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗം അപകടകാരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അത് പറഞ്ഞാൽ ജെൻ ജിയും ജെൻ ആൽഫയും അപകടകാരിയാണോ എന്നുള്ളതിൽ നമ്മുടെ തലക്കെട്ടുകൾ പോലും വരുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന നമ്മളിപ്പോ ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു ഫാക്ട് എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള റാഗിംഗ് കേസുകൾ ചിലപ്പോൾ ഇത്ര നിരന്തരമായിട്ട് നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ല, പക്ഷെ ഇത്രമേൽ ക്രൂരമായിട്ടുള്ള റാഗിംഗ് കേസുകൾ അല്ലെങ്കിൽ അക്രമങ്ങൾ മുൻപുള്ള കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അത് നടന്ന സമയത്ത് ഒരുപക്ഷെ ഇത്രമേൽ വിജിലന്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയയോ മീഡിയ സ്പേസോ അല്ലെങ്കിൽ ഒരു ദൃശ്യം പകർത്തി കഴിഞ്ഞാൽ അത് മിനിറ്റുകൾക്കകം ലോകം മുഴുവൻ എത്തിക്കാനുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ലായിരുന്നു. അത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഇത്ര നിരന്തരമായിട്ട് ഇത്തരം സംഭവങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കുറെ കൂടെ പുതിയതായിട്ട് നടക്കുന്നത്. പിന്നെ അഡ്രസ് ചെയ്യപ്പെടണം. ഈ പറയുന്ന അക്രമങ്ങളാണെന്നുണ്ടെങ്കിലും ഇതിനെ സിമ്പിൾ ആയിട്ട് കാണുന്നതാണെങ്കിലും അഡ്രസ് ചെയ്യപ്പെടണം. പക്ഷെ അതൊരിക്കലും ഒരു ജനറേഷൻ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ജനറേഷൻ മൊത്തത്തിൽ ഇത്തരത്തിൽ ക്രൂരകൃത്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് കാണുന്നു എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് ഒരിക്കലും എത്താൻ പറ്റൂല. കാരണം നമ്മൾ കോളേജുകൾ കാണുന്നതാണ്, നമ്മൾ ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാണുന്നതാണ്. ഇവിടെയൊക്കെ എത്ര മനോഹരമായിട്ട് പാലിയേറ്റീവ് കെയർ ആക്ടിവിറ്റികൾ നടക്കുന്നു, മറ്റ് ആക്ടിവിറ്റികൾ നടക്കുന്നു. പുതിയ കാലത്തിന്റെ കുട്ടികൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം പുതിയ ജനറേഷൻ മൊത്തത്തിൽ ഇത്രമേൽ ക്രൂരകൃത്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതിനകത്തുള്ളൊരു വേറൊരു ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഫാക്ടർ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജനറേഷൻ, ഇപ്പം നമ്മൾ പറയുന്നു ജെൻ ആൽഫയും ജെൻ 2K കിഡും അപകടകാരികളാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കുന്നു. അത് അങ്ങനെയാണെങ്കിൽ തന്നെ, അപ്പൊ ഞാൻ 3 വർഷമായിട്ട് സൈക്കോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്, ഇതിനകത്ത് സൈക്കാട്രിസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ചർച്ചയിൽ മനസ്സിലാക്കുന്നത്. എന്ത് തന്നെ ആയാലും ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ ആ കുട്ടിക്ക് ബേസിക് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ടെമ്പറമെന്റ് എന്ന് പറയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആളുടെ പെരുമാറ്റമാണെങ്കിലും ആളുടെ ബിഹേവിയർ ആണെങ്കിലും പേഴ്സണാലിറ്റി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഷെയ്പ്പ് ചെയ്യപ്പെടുന്നത് ആളുടെ സറൗണ്ടിങ്ങിലാണ്, ആളുടെ പാരന്റിങ്ങിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ആൾ ചുറ്റും കാണുന്ന കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ്. അപ്പോ 2000-ൽ ജനിച്ച അല്ലെങ്കിൽ 2010-ൽ ജനിച്ച ഒരു കുട്ടി അപകടകാരി ആവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവനെ വളർത്തുന്ന 90-കളിലോ 80-കളിലോ 70-കളിലോ ജനിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവന്റെ സറൗണ്ടിങ് സൃഷ്ടിച്ചിട്ടുള്ള ഈ ആളുകൾ, അവരുടെ സറൗണ്ടിങ്ങുകളിൽ കാര്യമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. എന്താണ് സോഷ്യൽ മീഡിയക്ക് ഇതിനകത്ത് റോൾ ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയക്ക് ഇതിനകത്ത് റോൾ ഉണ്ട്. പക്ഷേ അവിടെയും നമുക്ക് ഇതിന്റെ ഏകപക്ഷീയമായിട്ട് ഇതിനകത്ത് റോൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് അഡ്രസ് ചെയ്യേണ്ട പ്രശ്നങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ ലൈവുകൾക്കകത്ത് ഉപയോഗിക്കുന്ന ഭാഷകൾ മുതൽ ട്രോൾ പേജുകൾക്കകത്ത് ട്രോൾ ആണെന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന ബോഡി ഷേമിങ്ങിന്റെയും ബുള്ളിങ്ങിന്റെയും ഭാഷകൾ മുതൽ അങ്ങനെ എല്ലാം അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഇത് മൊത്തത്തിൽ ഒരു ജനറേഷന്റെ പേരിലേക്ക് മാത്രം നമ്മൾ കൂട്ടിക്കെട്ടുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് ഒരു ബ്ലെയിമിങ് മാത്രമാണ്. ഈ പ്രോബ്ലത്തെ എങ്ങനെ അഡ്രസ് ചെയ്യാം, ഈ വിഷയത്തിനെ എങ്ങനെ അഡ്രസ് ചെയ്യാം, ഇതിനകത്ത് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ എന്നുള്ളത് നമ്മൾ അഡ്രസ് ചെയ്യുന്നില്ല. ഇപ്പൊ നേരത്തെ ചർച്ചയിൽ നിന്ന് പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി കുറഞ്ഞു പോയിട്ടുണ്ട്, നമ്മുടെ കഷ്ടപ്പാടുകൾ പോലെ ഈ കുട്ടികൾ കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, അതേപോലെ +2 വരെ ഒരു വിദ്യാർത്ഥിക്ക് മൊബൈൽ ഫോണിന്റെ ആവശ്യമില്ല എന്നുള്ളതൊക്കെയാണ്. നമ്മൾ അതല്ലല്ലോ ചർച്ച ചെയ്യേണ്ടത്. +2 വരെയുള്ള വിദ്യാർത്ഥിക്ക് മൊബൈൽ ഫോൺ ആവശ്യമുണ്ട്. ആള് മൊബൈൽ ഫോൺ യൂസ് ചെയ്യട്ടെ. ആള് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ 10ാം ക്ലാസ്സിലും +2-ലുള്ള ഒരു കുട്ടി എങ്ങനെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യണമെന്ന് ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രം പ്രാപ്തമാവുന്ന ഒരു സറൗണ്ടിങ്ങിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കണ്ട, അല്ലെങ്കിൽ +2 വരെ കുട്ടി പാരന്റിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ആളെ ലിമിറ്റ് ചെയ്യാൻ ഒരു കാര്യം അസില ചോദിച്ചോട്ടെ. ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഒരു പക്ഷേ ഒരു തന്ത വൈബ് ഉണ്ടാക്കുന്ന ഒരു പരാതിയൊക്കെ ആയിരിക്കാം ഈ ജെൻസിയും ജെൻ ആൽഫയും ഒക്കെ ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോഴും സഹിഷ്ണുത കുറവല്ലേ? അതായത് ഒന്ന് കിട്ടിയാൽ തിരിച്ചടിക്കണം, അത് തിരിച്ചു കൊടുക്കാതെ പറ്റില്ല, അതാണ് ഹീറോയിസം, അല്ലെങ്കിൽ അതിലൊരു വല്ലാത്ത നാണക്കേടുണ്ട് എന്ന് തോന്നുന്ന ഒരു ഫീലിങ്സ് ഈ ജനറേഷനില്ലേ? അത് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിലും ആ ഒരു ഫീലിംഗ് ഒരിക്കലും നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പം അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് എന്നുള്ളത് തന്നെ വെക്കാം. അതായത് ഒരിക്കലും സഹിച്ചു നിൽക്കുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്
എന്ന് വെക്കാം. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2000 ജനിച്ച കുട്ടിയോ അല്ലെങ്കിൽ അതിനുശേഷം ജനിച്ച ആൽഫയിൽ ജനിക്കുന്ന കുട്ടിയോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ആളുടെ സഹിഷ്ണുത ഇല്ലാതാകുന്നതല്ല. ആളെ വളർത്തിയെടുക്കുന്ന എൻവയൺമെന്റുകൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്തോന്ന് അറിയില്ല, ഇനിയുള്ള ചർച്ചകളിൽ അത് വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സിനിമകൾ ആരാണ് ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ ഈ സിനിമകൾ കാണുമ്പോഴും ആ കുട്ടി പോകുന്ന സിനിമകളായിട്ട് നമുക്ക് കാണാൻ പഠിക്കാം. അത് പഠിക്കണമെങ്കിൽ എവിടെ നിന്ന് പഠിപ്പിക്കണം? വിദ്യാലയങ്ങളിൽ നിന്ന് പഠിപ്പിക്കണം. നമ്മൾ 10 വർഷവും 20 വർഷവും മുമ്പുള്ള സിലബസ് ആണ് ഇപ്പോഴും കുട്ടിനെ പഠിപ്പിക്കുന്നത്. ഒരു സോഷ്യൽ മീഡിയ ലോകത്ത് എങ്ങനെ പെരുമാറണം, ഒരാളോട് എങ്ങനെ സംസാരിക്കണം, പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്, പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് എങ്ങനെ ഒരാളെ വിമർശിക്കാൻ പറ്റും, ഒരു മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം, ഏത് സ്കൂളിലാണ് ഇത് പഠിപ്പിക്കുന്നത്? അല്ലെങ്കിൽ പോട്ടെ, ഇപ്പം ബിഹേവിയറൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കുട്ടി നാസിസ്റ്റിക് ആവും, അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലും ബിഹേവിയറൽ ആയിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരെ റാഗ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഉണ്ട്, സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നതുമാണ്. അപ്പൊ കേരളത്തിന്റെ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ കുട്ടികൾക്ക് മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കാനുള്ള സിസ്റ്റം നിലവിലുണ്ട്? നമ്മുടെ ഈ കുട്ടികൾക്ക് ഒരു എൻവയൺമെന്റ് ഉണ്ടാക്കി കൊടുക്കണം. നമ്മളിപ്പം പലപ്പോഴും ഈ ചർച്ചയിൽ പലതവണ പറഞ്ഞു, ഇവിടെ കാലം വളരെ വേഗതയിൽ കടന്നു പോവാണെന്നുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേഗതയിൽ കടന്നു പോകുന്ന കാലവും ആ കാലത്തിന്റെ വേഗതയെ മനസ്സിലാക്കാതെ, അതിനെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാതെ, അതിന് പകരം ഈ കാലഘട്ടത്തിൽ പോകുന്ന കുട്ടികളെ ബ്ലെയിം ചെയ്യാൻ മാത്രം തയ്യാറായിരിക്കുന്ന കുറച്ച് ആൾക്കാരുമാണ്. അതിന് പകരം ആ കുട്ടിക്ക് കാലത്തിന് ഒരുമിച്ച് ഒപ്പം എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാം എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് കൊടുക്കേണ്ടത്. അതിനുള്ള ഒരു എൻവയൺമെന്റ് ആണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. സഹിഷ്ണുതയുള്ള വിദ്യാർത്ഥിയെ ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ബ്ലെയിം ചെയ്യല്ല വേണ്ടത്, അവർക്ക് എൻവയൺമെന്റുകൾ ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പൊ ഇവര് മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ മൊബൈൽ ഫോണുകൾ ഒഴിവാക്കണമെന്ന് മാത്രം പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ഡ്രഗുകളെല്ലാം മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പകരം ആ കുട്ടിക്ക് സറൗണ്ടിങ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ചോദ്യങ്ങൾ എവിടെ എത്തും? പൈസ കൊടുത്ത് കളിക്കുന്ന ടർഫിനപ്പുറം ഇവരുടെ കളിക്കളങ്ങൾ എവിടെ പോയി എന്നുള്ളിടത്തേക്ക് ചോദ്യങ്ങൾ എത്തും. അത് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. വായിക്കാനും പറയാനും എഴുതാനും വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം ഇടങ്ങൾ നമ്മുടെയൊക്കെ ക്യാമ്പസുകളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ള ചോദ്യങ്ങൾ വരും. അതിനുള്ള ഉത്തരം കൊടുക്കേണ്ടി വരും. അതിനുള്ള ഉത്തരം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി ചുറ്റുമുള്ള മനുഷ്യന്മാരെ പറ്റി മനസ്സിലാക്കി തുടങ്ങും. കുട്ടി ബാക്കിയുള്ളവർക്ക് വേണ്ടി സഹിഷ്ണുതയോട് പെരുമാറാൻ തുടങ്ങും. നമ്മൾ കാണുന്നതല്ലേ ലോകത്തെ 10ാമത്തെ വയസ്സിലും 11ാമത്തെ വയസ്സിലും ഓൺട്രപ്രണേഴ്സ് ആവുന്ന കുട്ടികളെ നമ്മൾ കാണുന്നില്ലേ? സോഷ്യൽ മീഡിയയിൽ നല്ല കോണ്ടന്റ് ചെയ്യുന്ന കുട്ടികളെ നമ്മൾ കാണുന്നില്ലേ? വഴിയിൽ ഒരാൾ വീണ് കിടക്കുമ്പോൾ അയാളെ സഹായിച്ചെടുക്കുന്ന കുട്ടികളെ നമ്മൾ കാണുന്നില്ലേ? ഇതെല്ലാം ജനറേഷൻ 2Kയും അല്ലെങ്കിൽ ജനറേഷൻ ആൽഫയും ആണ്. അപ്പൊ 2K കിഡ്സിനെ മൊത്തത്തിൽ, ജനറേഷൻ ആൽഫയെ മൊത്തത്തിൽ നമ്മൾ അധിക്ഷേപിക്കുമ്പോൾ, വഴിയിൽ റോഡ് സൈഡിൽ ഒരാൾ കണ്ണ് കാണാത്ത ഒരാൾ നിൽക്കുമ്പോൾ അയാളെ ചേർത്ത്, അത് ഒരാൾ ഉത്തരവാദിത്തമാണ്. അതൊരു നന്മയൊന്നും ഒരാൾ ചെയ്യുന്ന ഒരു ഔദാര്യം ഒന്നും അല്ല, അയാളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അത് കുട്ടികൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ജീവി റോഡ് സൈഡിൽ മരിച്ചു കിടക്കുമ്പോൾ ആ ജീവി എടുത്ത് സൈഡിലേക്ക് വെക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇതിനെ അഡ്രസ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടുത്തെ ഇതിനെ കുറെ കൂടെ ഇതിനെങ്ങനെ ഒരു നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കാന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ തിരികെ എത്താം. ഡോക്ടർ മോഹൻ റോയ്